ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു കാര്യം പറയാം കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയൊരു കാര്യമാണ്. എൻ്റെ ഇന്നലത്തെ വീഡിയോക്ക് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് പൊതുവേ അങ്ങനെ ഒരുപാട് കമൻറ്റൊന്നും വരത്തില്ല കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടാണ് ഞാൻ റെഗുലറായിട്ട് വീഡിയോ ഇടുന്നത്. കാരണം കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലും അഡ്മിറ്റും അങ്ങനെ കുറച്ച് പാടായിരുന്നു. കാരണം ആദ്യമൊക്കെ റെഗുലറായിട്ട് ഇട്ടുകൊണ്ടിരുന്നതാണ്. പിന്നെ തീരെ വയ്യാതായി. അപ്പോൾ പിന്നെ കുറേ ഭാഗം നിർത്തിയതായിരുന്നു. അപ്പോൾ പിന്നെ ചാനൽ നന്നായിട്ട് ഡൗണായി പോയി എന്ന് കണ്ടപ്പോൾ വീണ്ടും വന്നതാണ്. അപ്പോൾ ഇന്നലെ എനിക്കൊരു ശിവനന്ദന എന്ന് പറഞ്ഞൊരു കുട്ടി കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. കുട്ടിയുടെ പേര് പറയുമെന്ന് വെച്ചിട്ട് എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. കാരണം നമ്മൾ ചാനൽ ഒരാൾ ജെനുവിനായിട്ട് കാണുകയും നമ്മളോട് അങ്ങനെ, എനിക്കൊക്കെ അതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ ഒരാൾ നമ്മളോട് പേര് പറയുമോ എന്നൊക്കെ ചോദിക്കുന്നത്. ശിവനന്ദന കുട്ടി ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. താങ്ക് യു. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ കഥയിലേക്ക് പോകാവേ. മഹേഷുമായിട്ടുള്ള കല്യാണം നടത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ചന്ദ്രികയെ ക്ഷേത്രത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ്. ഒട്ടും മനസ്സില്ലാതെയാണ് ചന്ദ്രിക ഇരിക്കുന്നത്. അപ്പോൾ മഹേഷിൻ്റെ കൂട്ടുകാരൻ ദിലീപിന് ഏർപ്പാടാക്കിയ ആളുകൾ ചേർന്നിട്ട് ചന്ദ്രികയെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചന്ദ്രികയുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത നിസ്സഹായാവസ്ഥയിലാണ് ഇരിക്കുന്നത്. അതേ സമയം ആ ഒരു കാട്ടിനകത്തുള്ള ആ വീട്ടിൽ മല്ലരിങ്ങനെ പേടിയോട് ആ മുറിയിൽ കരഞ്ഞിരിക്കുകയാണ്. കാരണം അവിടെ മൊത്തം ഇരുടാണ്. അപ്പോൾ ആ ചെറിയ കുഞ്ഞാണല്ലോ, ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഇങ്ങനെ പേടിയോടെ കുട്ടി ഇങ്ങനെ പറയുന്നുണ്ട്, അമ്മ എനിക്ക് പേടിയാവുന്നുണ്ട് അമ്മ, അമ്മ അമ്മ എന്നിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ആരുമില്ല അതൊന്നും കേൾക്കാൻ വേണ്ടിയിട്ട്. അതേസമയം മല്ലറിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സിദ്ധാർത്ഥ് ഒരു കാറിൽ അങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എവിടെയാണെന്നോ എന്താണെന്നോ ഒന്നും അറിയില്ല. പ്രത്യേകിച്ച് നമ്മുടെ നാട് പോലുമല്ല, ശ്രീലങ്കയിലേക്കാണല്ലോ. ഒരു ഊഹവും ഇല്ലാതെയാണ് സിദ്ധാർത്ഥ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ കൊടുത്ത ആ ഒരു ബ്ലൂ പ്രിൻറ്റ് മാത്രം, അതായത് മാഞ്ചോലക്കാടിൻ്റെ ഒരു ബ്ലൂ പ്രിൻറ്റ് മാത്രമാണ് അവൻ്റെ കയ്യിലുള്ളത്. എവിടെയാണെന്നും അറിയാതെയാണ് അവൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ചന്ദ്രികയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പോലീസുകാരുടെ കൂടെ മഹേന്ദ്രനും പോകുന്നുണ്ട്. എന്താ സംഭവിക്കാമെന്ന് ഓർത്തിട്ടൊക്കെ മഹേന്ദ്രൻ ആകെ ടെൻഷനാണ്. അതേപോലെ തന്നെ ഒരു ഭാഗത്ത് മലരിങ്ങനെ പേടിയോടെ കരയാണ്. ചന്ദ്രിക ഒന്നും ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ അവർക്ക് മുന്നിൽ ഒരു പാവ കണക്ക് ഇരുന്ന് കൊടുക്കുകയാണ്. ചന്ദ്രികയും മഹേഷുമായിട്ടുള്ള കല്യാണത്തിന് വേണ്ടുന്ന ഒരുക്കങ്ങളൊക്കെ ആ ക്ഷേത്രത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ ഭാഗത്ത് ഓരോരോ കാര്യങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്താണെങ്കിൽ നാട്ടിൽ നോക്കുകയാണെങ്കിൽ രജിസ്റ്റർ ഓഫീസിൽ വന്നിരിക്കുകയാണ് മേഘയും അതുപോലെ തന്നെ മുത്തശ്ശിയും ചേർന്നിട്ട്. മേഘയുടെ മുത്തശ്ശിയുടെ അടുത്തേക്ക് അവളുടെ അഡ്വക്കേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പരസ്പരം വെൽക്കം ചെയ്തതിന് ശേഷം മേഘ ചോദിക്കുന്നുണ്ട്, അമ്മ എനിക്ക് എല്ലാ സ്വത്തുക്കളും തന്നതിന് ശേഷം എനിക്കത് വിൽക്കാനുള്ള എല്ലാ അവകാശവും വരുമായിരിക്കും അല്ലേ എന്നവൾ ചോദിക്കുന്ന സമയത്ത് അഡ്വക്കേറ്റും പറയാണ്, തീർച്ചയായിട്ടും വരും. അത് കേട്ടതും മേഘ സത്യത്തിൽ ഭയങ്കര സന്തോഷത്തിലാണ്. ആ സ്വത്ത് വിൽക്കുന്നതിനും കൈമാറ്റം ചെയ്യുന്നതിനും മുഴുവൻ അവകാശവും ഉത്തരവാദിത്വവും, അതുമാത്രമല്ല ആ സ്വത്തിനെക്കുറിച്ചുള്ള എല്ലാ ഇതും നിങ്ങൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കേട്ടതും മേഘ ഒത്തിരി സന്തോഷത്തോടു കൂടി മുത്തശ്ശിയെ നോക്കുകയാണ്. എന്നിട്ട് അവൾ അഡ്വക്കേറ്റിനോട് ചോദിക്കുന്നുണ്ട്, അല്ല ഞാൻ പറഞ്ഞതുപോലെ ഡോക്യുമെൻറ്റ്സിൽ എഴുതി തയ്യാറാക്കേണ്ടതൊക്കെ ശരിയാക്കി എഴുതിയോ? അതൊക്കെ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് മാഡം. അഡ്വക്കേറ്റ് പറഞ്ഞപ്പോൾ മേഘ ചോദിക്കുന്നുണ്ട്, വേറെ കുഴപ്പമൊന്നും വരില്ലായിരിക്കും അല്ലേ? അപ്പോൾ അയാളും കോൺഫിഡൻസ് കൊടുക്കുകയാണ്, ഒരു പ്രശ്നവും വരില്ല മാഡം, ഞാൻ പോയിട്ട് ഫോർമാലിറ്റീസൊക്കെ ശരിയാക്കാം എന്ന് പറഞ്ഞിട്ട് അയാൾ അകത്തേക്ക് പോവുകയാണ്. അമ്മ വന്ന ശേഷം നിങ്ങൾ രണ്ടുപേരും അകത്തേക്ക് വാ എന്ന് പറഞ്ഞിട്ടാണ് അയാൾ പോകുന്നത്. ഓക്കെ സർ. അതിനുശേഷം മേഘ ശരിക്കും വേറൊരു സ്വപ്ന ലോകത്ത് തന്നെ ആയിരുന്നു. അവൾ മുത്തശ്ശിയോട് പറയുന്നുണ്ട്, മുത്തശ്ശി എല്ലാം നിങ്ങളുടെ പ്ലാന് പ്രകാരം തന്നെ നടന്നിട്ടുണ്ട്. അമ്മ പോലും അറിയാതെ അമ്മയുടെ മുഴുവൻ സ്വത്തുക്കളും എൻ്റെ പേരിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഡോക്യുമെൻ്റ് റെഡിയാക്കിയിട്ടുണ്ട്. മുത്തശ്ശിക്കാണെങ്കിൽ ഒത്തിരി സന്തോഷമാവുകയാണ്. കാരണം ഇനി കുറച്ച് സമയത്തിനുള്ളിൽ തൻ്റെ കൊച്ചുമകളുടെ പേരിലേക്കാണ് മഹേന്ദ്രൻ സമ്പാദിച്ച സ്വത്തുക്കൾ മുഴുവൻ കിട്ടുക എന്നുള്ളത് ഓർക്കും തോറും അവർക്കൊരു ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. അല്പസമയം കൂടി കഴിഞ്ഞപ്പോൾ വക്കീൽ വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു. അയാളുടെ അകത്തുള്ള ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അയാൾ വന്നിട്ട് മേഘയോടും മുത്തശ്ശിയോടും ചോദിക്കുകയാണ്, മാഡം ഇനിയും ലക്ഷ്മി മാഡം വന്നിട്ടില്ലേ മാഡം? അപ്പോൾ മേഘ ഇതിന് ചെറുതായിട്ട് ഡെസ്പ് ആവുകയാണ്. ഇനി അമ്മ വരില്ലേ എന്നൊക്കെയുള്ളൊരു തോന്നൽ അവൾക്ക് വരുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശിയാണ് പറയുന്നത്, മേഘ നീ ഒന്ന് ലക്ഷ്മിയെ വിളിച്ചു നോക്ക്. അപ്പോൾ മേഘയ്ക്കും ആകെ ഒരു ടെൻഷൻ ആവുകയാണ്. അവൾ അമ്മയെ വിളിക്കാൻ വേണ്ടി ഫോൺ എടുക്കലും കൃത്യമായിട്ട് ആ സമയം തന്നെ ലക്ഷ്മി അവിടെ കാറിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ലക്ഷ്മിയെ കണ്ട സമയത്ത് മേഘ സന്തോഷത്തോടെ മുത്തശ്ശിയോട് പറയുന്നുണ്ട്, ആ അമ്മ വന്നു. മേഘ ശരിക്കും വല്ലാത്തൊരു എക്സൈറ്റ്മെൻറ്റിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ലക്ഷ്മി അടുത്ത് വന്ന സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട്, ലക്ഷ്മി ഒരുപക്ഷെ നീ വരാതിരിക്കുമെന്ന് ഞങ്ങൾ വല്ലാതെ ഭയന്നു. ലക്ഷ്മി അതിന് മറുപടിയൊന്നും പറയുന്നില്ല. അപ്പോൾ മേഘ അഡ്വക്കേറ്റിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്, അമ്മ ഇദ്ദേഹം എൻ്റെ അഡ്വക്കേറ്റാണ്. അവർ രണ്ടുപേരും പരസ്പരം നമസ്കാരം പറയാണ്. എല്ലാ ഡോക്യുമെൻറ്റ്സും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇദ്ദേഹം. അമ്മ വന്ന് ഒന്ന് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ സ്വത്തുക്കൾക്കും എനിക്കും അവകാശം വരും. മേഘ വല്ലാത്ത സന്തോഷത്തോടെയാണ് സംസാരിക്കുന്നത്. പക്ഷേ ലക്ഷ്മിക്ക് ചെറുതായിട്ടൊരു ഭയം ഉണ്ടായിരുന്നു. അവർ വീണ്ടും ചോദിക്കുകയാണ്, ഇതുകൊണ്ട് ഒരു പ്രശ്നവും വരില്ലല്ലോ മോളെ?
നിന്റെ അച്ഛൻ അറിയാതെ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ചെറുതായിട്ടൊരു പേടിയുണ്ട്. അപ്പം മുത്തശ്ശി അവരെ സമാധാനിപ്പിക്കുകയാണ്. നീ എന്തിനാ പേടിക്കുന്നത് ലക്ഷ്മി? ഇത് കാരണം ഒരു പ്രശ്നവും വരില്ല. മേഘയും പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടുകയാണ്. അപ്പോൾ മുത്തശ്ശി പറയാണ്, മേഘ നിന്റെ വയറ്റിൽ ജനിച്ചതല്ലെങ്കിലും നീയല്ലേ പ്രസവിച്ചതുപോലെ അവൾ ഇത്രയും കാലം വളർത്തി വലുതാക്കിയത്. ലക്ഷ്മി അതിന് മറുപടിയൊന്നും പറയാതെ നിൽക്കുന്ന കണ്ടപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഇനി ഒരു പക്ഷേ നിങ്ങളുടെ ശരിക്കുള്ള മകൾ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ശരിക്കുള്ള അവകാശി വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ മേഘയെ നിങ്ങൾ കൈവിടുമോയെന്ന് അവൾക്ക് പേടിയാവുന്നു. അതുകൊണ്ട് മാത്രം അവൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. അല്ലാതെ ഇത് വെച്ചിട്ട് അവളെന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത്? അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, ശരി എന്നാൽ വാ അകത്തേക്ക് പോവാം. അങ്ങനെ അവരെല്ലാവരും കൂടെ അകത്തേക്ക് പോവാണ്. അതേസമയം ശ്രീലങ്കയിൽ ക്ഷേത്രത്തിനകത്ത് മഹേഷും കല്യാണ ചെക്കനൊക്കെ ആയിട്ട് വേഷം മാറി വന്നിട്ടുണ്ട്. അപ്പോഴും അവൻ്റെ മുഖത്ത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. മഹേഷ് ദിലീപനോട് ചോദിക്കുന്നുണ്ട്, ദിലീപാ ഇത് ശരിക്കും നിനക്ക് അറിയുന്നൊരു ക്ഷേത്രം തന്നെയല്ലേ? ആ എനിക്ക് അറിയുന്നത് തന്നെയാണ്. ഇവിടെ വേറെ പ്രശ്നമൊന്നും വരില്ലല്ലോ അല്ലേ? മഹേഷിന് വീണ്ടും വീണ്ടും സംശയമാണ്. അപ്പോൾ ദിലീപൻ പറയുന്നുണ്ട്, ഒരു പ്രശ്നവും വരില്ല. ചന്ദ്രിക ബഹളം വെച്ചാൽ പോലും ഇവിടെ ആരും അതൊന്നും മൈൻഡ് വെക്കില്ല. എങ്കിലും നീ അവളെ ഒന്ന് അടക്കി നിർത്തുന്നത് നല്ലതാ. അപ്പോൾ മഹേഷ് പറയുന്നുണ്ട്, നീ പേടിക്കണ്ട, അവൾക്ക് ഈ കല്യാണത്തിന് സമ്മതിക്കാന്നല്ലാതെ വേറെ വഴിയൊന്നുമില്ല. അവൾ സമ്മതിച്ചിട്ടില്ലെങ്കിൽ ഞാൻ സിദ്ധാർത്ഥിനെ കൊല്ലുമെന്ന് ഞാൻ അവളെ പേടിപ്പിച്ച് നിർത്തിയിരിക്കുക. അതുകൊണ്ട് ഞാനറിയുന്ന ചന്ദ്രിക പ്രശ്നം ഉണ്ടാക്കാനൊന്നും സാധ്യതയില്ല. അപ്പോൾ ദിലീപനും സമാധാനത്തോടെ പറയുന്നുണ്ട്, എങ്കിൽ വാ നമുക്ക് ചന്ദ്രിക റെഡിയായോ നോക്കാം. അങ്ങനെ അവർ നേരെ ചന്ദ്രിക ഉള്ള റൂമിലേക്കാണ് പോകുന്നത്. അവിടെ എത്തിയ സമയത്ത് മഹേഷിന് ഒത്തിരി സന്തോഷമുള്ളൊരു കാഴ്ചയാണ് കാണുന്നത്. ഒരു പാവ കണക്കാണെങ്കിലും ചന്ദ്രിക ഇരുന്നിട്ട് ചന്ദ്രിക അവർ മേക്കപ്പ് ഒക്കെ ചെയ്തു കൊടുക്കുകയാണ്. മഹേഷ് ഇങ്ങനെ പുഞ്ചിരിക്കുന്നുണ്ട് അത് കണ്ടിട്ട്. അതിനുശേഷം ചന്ദ്രികയെ നോക്കിയിട്ട് മഹേഷ് ആ സ്ത്രീകളോടായിട്ട് പറയുന്നുണ്ട്, എല്ലാം ഓക്കെ ആണ്, എന്നാലും കല്യാണ പെണ്ണല്ലേ, അതുകൊണ്ട് തലയിൽ കുറച്ച് പൂവൊക്കെ വെക്ക്. പൂവും കൂടെ വെച്ചാലേ കല്യാണ പെണ്ണായിട്ട് തോന്നുള്ളൂ. ചന്ദ്രിക ദേഷ്യത്തോടെ ഇരിക്കുകയാണ്. അപ്പോൾ മഹേഷ് അവരോട് പറയുന്നുണ്ട്, തലയിൽ പൂ കൂടെ വെച്ചിട്ട് കല്യാണ മണ്ഡപത്തിലേക്ക് കൂട്ടിയിട്ട് വാ. ആ സമയത്ത് ദിലീപനും ചന്ദ്രികയെ തന്നെ നോക്കി നിൽക്കുകയാണ്. ആ സ്ത്രീകൾ അത് സമ്മതിക്കുന്നുണ്ട്. മഹേഷാണ് ആദ്യം ഇറങ്ങി പോകുന്നത്. ആ സമയത്ത് ദിലീപൻ ഒരു കൗശലത്തോടു കൂടി ചന്ദ്രികയെ നോക്കുകയാണ്. ചന്ദ്രികയ്ക്ക് അത് മനസ്സിലാവുന്നുണ്ട്. ചന്ദ്രിക ഒന്നും ചെയ്യാനാവാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സ്ത്രീകൾ ചന്ദ്രികയുടെ തലയിലേക്ക് മുല്ലപ്പൂവും അതുപോലെ ചെട്ടിയുടെ പൂവൊക്കെ വെക്കുന്നുണ്ടായിരുന്നു. അതേസമയം മേഘയും ലക്ഷ്മിയൊക്കെ രജിസ്റ്റർ ഓഫീസിനകത്തേക്ക് കയറിയിട്ടുണ്ട്. ആ സമയത്ത് മേഘയുടെ അഡ്വക്കേറ്റ് അവിടെ ഇരിക്കുന്ന സാറിന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. സാർ, ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഇതാണ് ലക്ഷ്മി മാഡം. ലക്ഷ്മി അദ്ദേഹത്തിന് നേരെ നമസ്കാരം പറയുകയാണ്. അപ്പോൾ അഡ്വക്കേറ്റ് പറയുന്നുണ്ട്, അവരുടെ മോളാണിത് മേഘ. മേഘയും അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യുകയാണ്. അപ്പോൾ അഡ്വക്കേറ്റ് പറയുന്നുണ്ട്, ലക്ഷ്മി മാഡം അവരുടെ പേരിലുള്ള സ്വത്തുക്കൾ മകളായിട്ടുള്ള മേഘയുടെ പേരിലാണ് എഴുതി വെക്കാൻ പോകുന്നത്. അപ്പോൾ ആ രജിസ്റ്റർ ഓഫീസിലുള്ള സാറ് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ പൂർണ്ണമായ സമ്മതത്തോടെയും പൂർണ്ണമായ അവകാശത്തോടെയുമാണല്ലോ നിങ്ങളുടെ മകളായ മേഘയ്ക്ക് ഈ സ്വത്തുക്കൾ എഴുതി കൊടുക്കാൻ പോകുന്നത്, അല്ലാതെ നിങ്ങളോട് ആരും ബാലിശമായിട്ട് പറഞ്ഞതൊന്നും അല്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഭീഷണിപ്പെടുത്തലുകളോ അതോ എന്തെങ്കിലും ട്രാപ്പോ ഒന്നുമില്ലല്ലോ? അത് കേട്ടപ്പോൾ മുത്തശ്ശി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇയാൾ എന്തൊക്കെയാണ് ചോദിക്കുന്നതെന്നൊക്കെ. അപ്പോൾ ലക്ഷ്മി വേഗം തന്നെ അയാളോട് പറയുന്നുണ്ട്, ഏയ് അങ്ങനെയൊന്നുമില്ല, മേഘ എൻ്റെ മോളാണ്. അത് കേട്ട് മേഘയും പുഞ്ചിരിക്കുന്നുണ്ട്. അപ്പോൾ രജിസ്റ്റർ ഓഫീസിലുള്ള സാറ് പറയുന്നുണ്ട്, ഒരു കാര്യം ഞാൻ ആദ്യം തന്നെ പറയാം, നിങ്ങൾ നിങ്ങളുടെ സ്വത്തുക്കൾ മേഘയ്ക്ക് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ആ സ്വത്തുക്കൾ പിന്നീട് ക്രയവിക്രയം ചെയ്യുന്നതിനുള്ള എല്ലാ അവകാശവും മേഘയ്ക്കുള്ളതാണ്. അവരുടെ കൺട്രോളിലായിരിക്കും പിന്നീട് നിങ്ങളുടെ സ്വത്തുക്കൾ ഉണ്ടാവുക. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയല്ലേ നിങ്ങളിത് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത് കേട്ടതും ലക്ഷ്മി ഇങ്ങനെ ഷോക്കായിട്ട് മേഘയെയും മുത്തശ്ശിയെയും നോക്കുകയാണ്. കാരണം അത്രത്തോളം അവർ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. മേഘയും മുത്തശ്ശിയും ഇങ്ങനെ പതറി നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ മുത്തശ്ശി ഒരു ഐഡിയ പ്രയോഗിക്കുന്നുണ്ട്. സാർ, ലക്ഷ്മി തന്നെ പറഞ്ഞല്ലോ മേഘ അവരുടെ മകളാണെന്ന്. പിന്നെ എന്തിനാ സാർ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? സ്വന്തം മോള് അമ്മയുടെ സ്വത്തുക്കളൊക്കെ വിറ്റ് കളയുമോ? തൻ്റെ മോൾക്ക് എല്ലാ അവകാശവും കിട്ടണമെന്ന് മാത്രം വിചാരിച്ചിട്ടാണ് ലക്ഷ്മി ഇത് എഴുതി കൊടുക്കുന്നത്, അല്ലാതെ വേറെ ഒന്നുമില്ല സാർ. അവസരോചിതമായിട്ട് മുത്തശ്ശി സംസാരിച്ചത് കൊണ്ട് തന്നെ ആ വിഷയം അവിടെ കോംപ്രമൈസ് ആവുകയാണ്. അതിനുശേഷം ബാക്കിയുള്ള പ്രൂഫിന് വേണ്ടിയിട്ട് രജിസ്ട്രാർ ചോദിക്കുന്നുണ്ട്. അങ്ങനെ പ്രൂഫുകളൊക്കെ വാങ്ങിച്ചിട്ട് ഒക്കെ വെരിഫൈ ചെയ്തതിന് ശേഷം അയാൾ സൈൻ ചെയ്യാൻ വേണ്ടി പറയുകയാണ്. അങ്ങനെ ലക്ഷ്മി അതൊന്നും പേപ്പറുകളൊന്നും വായിച്ചു നോക്കാതെ തന്നെ പെട്ടെന്ന് സൈൻ ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് മേഘയ്ക്ക് സമാധാനമായത്. അതിനുശേഷം മേഘയും പിന്നെ സാക്ഷികളായിട്ടുള്ളവരൊക്കെ സൈൻ ചെയ്യുന്നുണ്ട്. മേഘ ശരിക്കും വേറൊരു ലോകത്തെത്തിയ സന്തോഷത്തിലാണുള്ളത്. കാരണം മഹേന്ദ്രൻ അച്ഛൻ്റെ സ്വത്തുക്കളൊക്കെ തൻ്റെ പേരിലായി എന്നുള്ളത് അവൾക്ക് വിശ്വസിക്കാൻ തന്നെ കഴിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാവരും ഒപ്പിട്ടതിന് ശേഷം അവരോട് കുറച്ചു നേരം അവിടെ മാറി നിൽക്കാൻ പറഞ്ഞിട്ട് ബാക്കിയുള്ള ഫോർമാലിറ്റീസൊക്കെ ചെയ്തതിന് ശേഷം ആ ഫയലുകൾ തിരിച്ച് മേഘയെ ഏൽപ്പിക്കുകയാണ് അവളുടെ അഡ്വക്കേറ്റ്. ആ സർട്ടിഫിക്കറ്റ് കൈ കിട്ടിയ സമയത്ത് മേഘയ്ക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമായിരുന്നു. അവിടെയുള്ള സാർമാർക്കൊക്കെ നന്ദി പറഞ്ഞതിന് ശേഷം മേഘ ആ പേപ്പർ ഇങ്ങനെ തൻ്റെ നെഞ്ചോട് ചേർത്ത് വെക്കുകയാണ്. അതിനുശേഷം പുഞ്ചിരിച്ചുകൊണ്ട് മുത്തശ്ശിയെ നോക്കുന്ന സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് ചിരിച്ചുകൊണ്ട്, വാ നമുക്കിനി പുറത്തേക്ക് പോവാം.
അങ്ങനെ പുറത്തെത്തിയ സമയത്ത് മേഘ വല്ലാത്ത സന്തോഷത്തോടെ നിൽക്കുകയാണ്. അപ്പോൾ ലക്ഷ്മി ചെറിയൊരു പേടിയോടെ പറയുന്നുണ്ട്, മേഘ, അന്ന് നീ ആത്മഹത്യക്ക് ശ്രമിച്ചത് കൊണ്ടാണ് ഇന്ന് ഈ സ്വത്തുക്കളെല്ലാം ഞാൻ നിന്റെ പേരിൽ എഴുതി തന്നത്. ഈ ഒരു കാര്യം നിന്റെ അച്ഛൻ അറിഞ്ഞാൽ അദ്ദേഹം എന്ത് വിചാരിക്കുന്നു പോലും എനിക്കറിയില്ല. അത് കേട്ടതും മേഘ ഇടം കണ്ടിട്ടിട്ട് മുത്തശ്ശിയെ നോക്കുകയാണ്. അപ്പോൾ ലക്ഷ്മി വല്ലാത്തൊരു പരിഭ്രമത്തോടെ പറയാണ്, ഞാൻ നിന്നെ വിശ്വസിച്ചിട്ടാണ് ഇത്രയും വലിയൊരു റിസ്ക് ഏറ്റെടുത്തത്. ഇങ്ങോട്ട് നോക്ക്, ഞാൻ അറിയാതെ ഒന്നും ചെയ്യരുത്. ഞാൻ നിന്റെ മേലെ വെച്ചിരിക്കുന്ന വിശ്വാസത്തെ നീ അതുപോലെ സംരക്ഷിക്കണം. മേഘ പുഞ്ചിരിച്ചുകൊണ്ട് സമ്മതിക്കുകയാണ്. അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, ഇനി അങ്ങോട്ട് നമ്മുടെ വീട്ടിൽ എല്ലാ അവകാശവും നിനക്കും ഉണ്ട്. മേഘ ഒക്കെ പുഞ്ചിരിച്ചുകൊണ്ട് സമ്മതിക്കുകയാണ്. അപ്പോൾ ലക്ഷ്മി പേടിയോടെ പറയുന്നുണ്ട്, ഞാൻ നിന്റെ പേരിലേക്ക് സ്വത്ത് മാറ്റി എഴുതിയ കാര്യം ഒരിക്കലും നിന്റെ അച്ഛൻ അറിയരുത്. മേഘ അതും സമ്മതിക്കുകയാണ്. സമയമാവുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞോളാം. ഇനി അങ്ങോട്ട് ഇമോഷണലായിട്ട് നീ ഒരു തീരുമാനം എടുക്കാൻ പാടില്ല. ഇല്ല അമ്മ, മേഘ പുഞ്ചിരിച്ചുകൊണ്ട് പറയാണ്. നീ എൻ്റെ വയറ്റിൽ ജനിച്ചിട്ടില്ലെങ്കിലും നീ എൻ്റെ മോള് തന്നെയാണ്, ലക്ഷ്മി പറയുന്നുണ്ട്. അവർ മനസ്സിൽ തട്ടിയ കളങ്കയില്ലാത്ത സ്നേഹത്തോടെയാണ് പറയുന്നത്. പക്ഷേ മേഘ പുഞ്ചിരിച്ചുകൊണ്ട് അതൊക്കെ കേൾക്കുന്നതായിട്ട് അഭിനയിക്കുകയാണ്. മുത്തശ്ശി അതുപോലെ തന്നെ. അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, നിന്നെ ഞാൻ ആർക്ക് വേണ്ടിയിട്ടും വിട്ടുകൊടുക്കില്ല. അപ്പോൾ മേഘ പുഞ്ചിരിച്ചുകൊണ്ട് അമ്മയോട് പറയാണ്, താങ്ക്സ് അമ്മ. അമ്മ വീട്ടിലേക്ക് പോയിക്കോ, ഞാൻ ലോയറുമായിട്ട് സംസാരിച്ചിട്ട് അദ്ദേഹത്തെ പറഞ്ഞു വിട്ടതിന് ശേഷം വീട്ടിലേക്ക് വരാം. ശരി മേഘ. അങ്ങനെ ചെറിയമ്മയോടൊക്കെ യാത്ര ചോദിച്ചിട്ട് ലക്ഷ്മി അവിടുന്ന് പോവുകയാണ്. അപ്പോഴാണ് മേഘയ്ക്ക് മുത്തശ്ശിക്ക് സമാധാനമായത്. അയ്യോ, അപ്പോഴേക്കും അഡ്വക്കേറ്റും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അയാൾ പറയുന്നുണ്ട്, മാഡം, എല്ലാം നല്ല രീതിയിൽ തന്നെ അവസാനിച്ചു. ഇനി അങ്ങോട്ട് ഈ സ്വത്തുക്കൾ വിൽക്കാനും ഇതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നോക്കാനും ക്രയവിക്രയം ചെയ്യാനും ഒക്കെ മുഴുവൻ അധികാരവും നിങ്ങൾക്കുള്ളതാണ്. വക്കീല് പറഞ്ഞത് കേട്ടതും മേഘയും മുത്തശ്ശിയും ആശ്ചര്യത്തോടെ പരസ്പരം നോക്കുകയാണ്. അതിനുശേഷം വക്കീല് യാത്ര പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. മുത്തശ്ശി സൂപ്പർ. അവർ രണ്ടുപേരും പരസ്പരം കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി മേഘയും കൂടെ ആ പേപ്പർ നോക്കിയിട്ട് വീണ്ടും പറയുന്നുണ്ട്, ഹൗ, അങ്ങനെ ഞാൻ ആഗ്രഹിച്ചതുപോലെ മഹേന്ദ്രൻ്റെ ലക്ഷ്മിയുടെ മുഴുവൻ സ്വത്തിനും നീ മാത്രം അധിപയായി. ഈ ഒരു വിഷയം മഹേന്ദ്രൻ അറിയുന്നതിന് മുന്നേ എല്ലാ സ്വത്തുക്കളും വിറ്റിട്ട് നീ പണമാക്കാൻ നോക്ക്. ശരി മുത്തശ്ശി. മേഘയും സന്തോഷത്തോടെ സമ്മതിക്കുകയാണ്. അവർ രണ്ടുപേരും പൊട്ടിച്ചിരിക്കുന്നുണ്ട്. അതേസമയം സിദ്ധാർത്ഥ് ഏകദേശം മാഞ്ചോലക്കാടിനടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു അവൻ്റെ കാർ ഓടിച്ചിട്ട്. അങ്ങനെ വഴിയിൽ ഒരാൾ കാണുന്ന സമയത്ത് സിദ്ധാർത്ഥ് അവിടെ കാർ നിർത്തിയിട്ട് അവരോട് ചോദിക്കുകയാണ്, മാഞ്ചോലക്കാട്ടിലേക്ക് പോകാനുള്ള വഴി ഏതാണ്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, അത് റിസ്ക് പിടിച്ചൊരു ഏരിയ ആണ്, നിങ്ങൾ എന്തിനാണ് അങ്ങോട്ടേക്ക് പോകുന്നത്? അപ്പോൾ എൻ്റെ വീട്ടിലുള്ളൊരു കുട്ടി അങ്ങോട്ടേക്ക് ഒരാൾ കടത്തിക്കൊണ്ട് വന്നിട്ടുള്ളത് എന്നൊക്കെ സിദ്ധാർത്ഥ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം അവൻ നിൽക്കുന്ന ആ ഭാഗത്ത് തന്നെയാണ് മാഞ്ചോലക്കാട്ടിലേക്ക് പോകാനുള്ള വഴിയും. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, എന്താ ഇതിലൂടെ തന്നെ പോകാൻ വേണ്ടി പറ്റും, പക്ഷേ കുറച്ചൊരു റിസ്ക് ആയിട്ടുള്ള ഏരിയ ആണ്, ശ്രദ്ധിച്ച് പോകണം എന്നൊക്കെ പറയുമ്പോൾ സിദ്ധാർത്ഥ് അത് കേട്ടിട്ട് അതേപോലെ തന്നെ കാർ ഓടിച്ചിട്ട് കുറച്ച് ദൂരം മുന്നോട്ടേക്ക് പോവുകയാണ്. ഏകദേശം ദിലീപൻ മഹേഷിനെ കൂട്ടിക്കൊണ്ട് വന്ന ആ ഒരു ഏരിയ തന്നെ ആയിരുന്നു. കുറച്ച് ദൂരം മുന്നോട്ട് പോയപ്പോൾ പിന്നെ സിദ്ധാർത്ഥിന് കാർ ഓട്ടാൻ പറ്റാത്തതുകൊണ്ട് സിദ്ധാർത്ഥ് കാർ അവിടെ നിർത്തിയിട്ട് ഇറങ്ങിയിട്ട് ഒരുപാട് ദൂരം മുന്നോട്ടേക്ക് നടക്കുകയാണ്. പക്ഷേ അവൻ എത്ര നടന്നിട്ടും കാട്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ് വീണ്ടും വീണ്ടും അവനുള്ളത്. കാരണം അതിൻ്റെ ഉള്ളിലേക്കുള്ള ഒരു വഴിയോ ഒന്നും അവന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അതേസമയം മഹേന്ദ്രനും പോലീസുകാരും ചന്ദ്രികയുടെ കല്യാണം നടക്കുന്ന ആ ഒരു ക്ഷേത്രത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സമയം മഹേഷ് ഏകദേശം കല്യാണ മണ്ഡപത്തിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് പെണ്ണിനെ വിളിക്കാൻ വേണ്ടിയിട്ട് പൂജാരി പറയുന്ന സമയത്ത് മഹേഷ് ദിലീപനോട് പറയാണ്. പക്ഷേ ചന്ദ്രികയാണെങ്കിൽ ഡ്രസ്സൊക്കെ മാറ്റി റെഡിയായെങ്കിലും അവൾ ദേഷ്യത്തോടെ ഇരിക്കുകയാണ്. എത്ര പറഞ്ഞിട്ട് അവൾ മണ്ഡപത്തിലേക്ക് വരാൻ കൂട്ടാക്കുന്നില്ല. അപ്പോൾ അവിടെ ഇരിക്കുന്ന സ്ത്രീകൾ വന്നിട്ട് ദിലീപനോടും മഹേഷിനോടും പറയുന്നുണ്ട്, ആ പെണ്ണിനോട് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല, അവളാണെങ്കിൽ ഇങ്ങോട്ടേക്ക് വരുന്നില്ല. അപ്പോൾ മഹേഷ് ദേഷ്യത്തോടെ ദിലീപനോട് പറയുന്നുണ്ട്, ദിലീപ്, നീ പോയിട്ട് അവളെ ഇങ്ങോട്ടേക്ക് കൂട്ടിയിട്ട് വാ. ശരി. ദിലീപൻ ആ സ്ത്രീയോട് കൂടെ ചന്ദ്രിക ഇരിക്കുന്ന മുറിയിലേക്ക് പോവുകയാണ്. ആ സമയത്താണെങ്കിൽ നമ്മുടെ മലറിന് ഭക്ഷണം കഴിക്കാതെയും അതുപോലെ ഇങ്ങനെ എക്കിളിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ വാതിലിന് തട്ടിയിട്ട് ഇങ്ങനെ കുറേ വിളിക്കുകയാണ്, എനിക്കാരെങ്കിലും വെള്ളം തരുമോ, എനിക്ക് ദാഹിക്കുന്നുണ്ട്. അങ്ങനെ ദിലീപനും അവൻ്റെ 2 ഗുണ്ടകളായിട്ടുള്ള കൂട്ടുകാർ അവിടെ പുറത്ത് ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. അവരാണെങ്കിൽ അവിടെ ഇരുന്ന് മദ്യപിക്കുകയൊക്കെ ചെയ്യാണ്. അപ്പോൾ മലരിങ്ങനെ വാതിൽ തട്ടി വിളിക്കുന്നുണ്ട്, എനിക്ക് ദാഹിക്കുന്നുണ്ട്, ആരെങ്കിലും കുറച്ച് വെള്ളം തരുമോ, അമ്മ എന്നൊക്കെ കുറേ വിളിക്കുന്നുണ്ട്. മലരി വിളിച്ചുകൊണ്ടിരിക്കുന്ന ദേഷ്യത്തിൽ അതിൽ നിന്ന് ഒരുത്തൻ വന്നിട്ട് വാതിൽ തുറക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ കള്ളുകൂടിയൊക്കെ മുടങ്ങിയതുകൊണ്ട് തന്നെ അവൻ ദേഷ്യത്തോടെയാണ് മലരിനോട് പെരുമാറുന്നത്. പക്ഷേ മലരി വാതിൽ തുറന്നപ്പോൾ വെള്ളത്തിന് ചോദിച്ചപ്പോൾ അയാൾ ദേഷ്യത്തോടെ മലരിനെ പിടിച്ച് അവിടെ തള്ളിയിട്ട് വാതിൽ വീണ്ടും വലിച്ചടക്കുകയാണ്, നിനക്ക് വെള്ളമൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതേസമയം സിദ്ധാർത്ഥ് ഏകദേശം ആ ഒരു വീടിൻ്റെ ചുറ്റുവട്ടത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അവനിങ്ങനെ കുറേ നടന്നതിന് ശേഷം ഒരു മതിൽ ചാടിക്കിടന്നപ്പോഴാണ് ആ വീടിൻ്റെ ബാക്ക് സൈഡിലെത്തുന്നത്. പക്ഷെ ആ സമയം കൊണ്ട് ഏകദേശം കരഞ്ഞ് മലര് ബോധം കിട്ടി അവിടെ വീണിട്ടുണ്ടായിരുന്നു. സിദ്ധാർത്ഥ് നോക്കുന്ന സമയത്ത് ഉള്ളിലുള്ള കാഴ്ചകളൊന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ വാതിൽ അവൻ തള്ളി തുറന്നപ്പോൾ അവിടെ 2 പേരിരുന്ന് മദ്യപിക്കുകയാണ്. അപ്പോൾ സിദ്ധാർത്ഥ് അങ്ങോട്ടേക്ക് വന്ന കണ്ടപ്പോൾ തന്നെ അവർ ചോദിക്കുന്നുണ്ട്, നീ ആരാന്നൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ നാട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുവന്ന കുട്ടി എവിടെയുള്ളതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഓ, കുട്ടി അന്വേഷിച്ച് വന്നതാണോ?
മര്യാദയ്ക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോയിക്കോ, അല്ലെങ്കിൽ നിന്നെ വെട്ടിയിട്ട് തുണ്ടം തുണ്ടാക്കി കാട്ടിൻ്റെ ഉള്ളിൽ തന്നെ കുഴിച്ചു മൂടുന്നൊക്കെ അവർ ഭീഷണിപ്പെടുത്തുകയാണ്. അപ്പോൾ സിദ്ധാർത്ഥം അവരോട് തിരിച്ചു പറയുന്നുണ്ട്, മര്യാദയ്ക്ക് ആ കുട്ടിയെ തിരിച്ച് എന്നെ ഏൽപ്പിച്ചോ, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും പോലീസ് കയറി ഇറങ്ങേണ്ടി വരും. അത് കേട്ടതും അവർ സിദ്ധാർത്ഥിനെ പരിഹസിച്ചിരിക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.